എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോവാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോവാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നാം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം വായിക്കുകയായിരുന്നു, നാം ചിന്തിക്കുകയായിരുന്നു, നാം ധ്യാനിക്കുകയായിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അബ്രഹാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തിൻ്റെ വചനപ്രകാരം പുറപ്പെട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പുറപ്പെട്ടു, ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് പുറപ്പെട്ടു. നിത്യനായ ദൈവം, തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അങ്ങ് ബാബിലോണിയൻ സമതലത്തിൽ, മെസപ്പൊട്ടോമിയൻ സമതലത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കക്കരെ താമസിച്ചിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. നാം വായിക്കുന്നത് അങ്ങനെയാണ്:
നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നിൻ്റെ പിതൃഭവനത്തെ വിടണം, നിൻ്റെ ചാർച്ചക്കാരെ വിടണം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് ദൈവം കൽപ്പിച്ചു. അബ്രഹാം അതനുസരിച്ച് പുറപ്പെട്ടു. ഈ കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ നൽകി. ദൈവം അബ്രഹാമിന് 7 വാഗ്ദത്തങ്ങൾ നൽകി എന്ന് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിക്കുകയുണ്ടായി. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 3, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 6, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 7, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആകത്തുക അനുഗ്രഹം തരാമെന്നാണ്, ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. ദൈവ വചനം കേട്ട് പുറപ്പെടുന്ന ദൈവ പുരുഷന് അനുഗ്രഹങ്ങൾ പിന്നാലെ വരികയാണ്. നിറപടിയായ അനുഗ്രഹങ്ങൾ, സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ അനുസരിക്കുമെങ്കിൽ, നിങ്ങൾ വചനം വിശ്വസിക്കുമെങ്കിൽ, പിന്നാലെ ഇതാ തുരുതുര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓരോന്നോരോന്നായി അനുഗ്രഹങ്ങൾ, അങ്ങനെ ഒന്നിനു വേഗം ഒന്നായി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൈവരികയാണ്. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു. ദൈവം അബ്രഹാമിനോട് പുറപ്പെടുവാൻ കൽപ്പിച്ചു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി. എപ്പോൾ ദൈവം സംസാരിക്കുന്നുണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും കൂടിയാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് വരാൻ പോകുന്ന കൃപകൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അന്ത്രയോസ് സഹോദരനായ ശീമോനെ കൂട്ടിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതായൊരു സംഭവമുണ്ട്. അന്ത്രയോസ് ഈ സഹോദരനായ ശീമോനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, ശീമോനോട് പറഞ്ഞു, നീ ശീമോനാകുന്നു. തൊട്ടടുത്ത് പറഞ്ഞു, നീ പത്രോസ് ആകും. നീ ഇപ്പോൾ ഇന്നതാണ്, എന്നാൽ നീ ഇന്നതാകുമെന്നാണ് പറയുന്നത്. നീ ഇന്ന് ഓടക്കോല് പോലെ, ഞാങ്ങണ പോലെ ആടിയാടി അങ്ങുമിങ്ങും ചാഞ്ചാടുന്ന ഒരു മനുഷ്യനാണ്. നീ ശീമോനാണ്, നീ ഇളകുന്നവനാണ്, നീ ഭീരുവാണ്, നീ എടുത്തിയാട്ടമുള്ളവനാണ്. എന്നാൽ ഞാൻ നിന്നെ പത്രോസാക്കാൻ പോവുകയാണ്. നീ പത്രോസാകും, നീ പാറയായിത്തീരും, നീ പാറ പോലെ സ്ഥിരതയുള്ളവനായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം അരുളി ചെയ്യുമ്പോൾ, ദൈവം കാണുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ തരികയാണ്. നിങ്ങൾക്കും ഇപ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ വാഗ്ദത്തമായി തരികയാണ്. നോക്കൂ, നിങ്ങൾ കേൾക്കുന്ന വചനം അനുസരിക്കുമെങ്കിൽ വാഗ്ദത്തങ്ങൾ ഇതാ പിന്നാലെ വരുന്നു. അത് അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മൂലം നിങ്ങളൊരു അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം ചിലത് സൂചിപ്പിച്ചു. ഇന്ന് തുടർന്ന് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹമായി തീരുന്നത് എങ്ങനെയെല്ലാമാണ്? അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയെല്ലാമാണ്? ദൈവം അബ്രഹാമിനോട് ഈ അനുഗ്രഹങ്ങൾ കൽപ്പിച്ച് ദൈവം അബ്രഹാമിന് വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്തു ചെയ്തു? 4-ാം വാക്യം അങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അവൻ തൻ്റെ പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, സ്വന്തം ദേശത്തെ വിട്ടു. ദൈവം കൽപ്പിച്ചതുപോലെ പുറപ്പെട്ടു. ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു. എല്ലാം വിട്ട് പുറപ്പെടുകയാണ്. 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ നിയോഗവും അതാണ് ഒന്നാമത് വരുന്നത്. മറ്റെല്ലാം പിന്നാലെയാണ്. തൻ്റെ സ്വന്തം പിതൃദേശം, തൻ്റെ സ്വന്തം പിതൃഭവനം, തൻ്റെ സ്വന്തം ചാർച്ചക്കാർ, എല്ലാം അത് പിറകെയുള്ളൂ.
എന്നാൽ മുൻപന്തിയിൽ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ് മുൻപ് നിൽക്കുന്നത്. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അബ്രഹാം ദൈവത്തിൻ്റെ വചനം അതുപോലെ അനുസരിച്ചു. അബ്രഹാം പുറപ്പെട്ടു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം പുറപ്പെടുമ്പോൾ അബ്രഹാം ബഹുസമ്പന്നനാണ്, ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. അന്ന് അങ്ങ് ദൂരെ ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലിയൊരു സമ്പത്ത് അബ്രഹാമിനുണ്ട്. വായിക്കുന്നത് എങ്ങനെയാണ്: ഹാരാനിൽ വെച്ച് അവൻ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം: അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടെ സഞ്ചരിച്ചു. ശേഖേം എന്ന സ്ഥലം വരെ സഞ്ചരിച്ചു. ശേഖേം എന്ന ആ സ്ഥലത്തിനൊരു പേരുണ്ട്. വേദപുസ്തകത്തിലെ പേരുകൾക്കൊക്കെയും അർത്ഥമുണ്ട്. ശേഖേം എന്ന ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അതിങ്ങനെയാണ്: പ്ലേസ് ഓഫ് ഷോൾഡർ എന്നാണ്. പ്ലേസ് ഓഫ് ഷോൾഡർ, തോളിൻ്റെ സ്ഥലമെന്നാണ്. തോൾ ചുമട് ചുമക്കുന്ന സ്ഥലമാണ്. തോള് ചുമക്കുന്നതായ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ്. ശരീരത്തിൽ തോളിലാണ് ചുമടുകൾ. തിരുവചനം പറയും, തോള് ചുമന്ന് വലയുമ്പോൾ തോളിൽ നിന്ന് ചുമട് നീക്കിത്തരുന്നുവെന്ന്. അവൻ എൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കിയെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. തോളിൽ ചുമടുണ്ട്. എന്നാൽ ഈ ചുമട് ചുമക്കുന്ന സ്ഥലം, ദ പ്ലേസ് ഓഫ് ഷോൾഡർ, ചുമട് ചുമക്കുന്ന ആ ഷോൾഡറിൻ്റെ തോളിൻ്റെ സ്ഥലം വരെ, അവിടം വരെ എത്തുകയാണ്. ശേഖേം എന്ന സ്ഥലം വരെയും അവൻ സഞ്ചരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിന് വലിയ അർത്ഥമുണ്ട്. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. തോളിൻ്റെ സ്ഥലം വരെയും അവൻ എത്തിയപ്പോൾ കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ബൈബിളിലൊരു വാക്യമുണ്ട്: ഇറ്റേണൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ്, അണ്ടർനീത്ത് ആർ ദി എവർലാസ്റ്റിംഗ് ആംസ്. ദൈവം, അവൻ പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. തോള് ഭുജങ്ങൾ കീഴേയുണ്ട്. ദൈവത്തിൻ്റെ ഭുജം താങ്ങിക്കൊണ്ടെത്തിച്ചു. ഓർക്കുക സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മുടെ ചിന്തകൾ പിറകിലേക്ക് പായഞ്ഞു പോയാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ നമുക്ക് ഓർക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഭുജങ്ങൾ നമ്മെ താങ്ങിയത്, ദൈവത്തിൻ്റെ തോളിൽ നമ്മെ വഹിച്ചത്, അവൻ നമ്മെ തോളിലേറ്റിക്കൊണ്ട് നടന്നത്, അവൻ്റെ ഭുജങ്ങളിൽ നമ്മെ വഹിച്ച് നമ്മെ കൊണ്ടു നടന്നത്, അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ദാനമായി തന്നത്, അവൻ നമ്മെ ആപത്തുകളിൽ താങ്ങിയത്, അവൻ്റെ ഭുജത്തിൻ്റെ ബലം നമ്മെ താങ്ങിയത്, ഭുജബലത്തിൻ്റെ കരവീര്യത്താൽ അവൻ നമ്മെ നയിച്ചു കൊണ്ട് വന്നത്, നമുക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി തന്ന് നമ്മെ നയിച്ചത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മടുപ്പ് മാറും, നമ്മുടെ നിരാശ മാറും, നമ്മുടെ ക്ഷീണം മാറും, നമ്മുടെ തളർച്ച മാറും. ഓരോരുത്തർക്കും ഇന്ന് എന്തെല്ലാം പരിഭവങ്ങളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളിൽ ഇന്ന് വേദനാ വിഷയങ്ങളുണ്ടോ, ഇന്ന് ഏതെല്ലാം കാര്യങ്ങളിൽ ഭാരങ്ങളുണ്ടോ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. എന്നാൽ നിങ്ങൾ പിറകിലേക്ക് നോക്കൂ. ദൈവം ചെയ്തതായ നന്മകൾ, ദൈവം നടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ, ഒരത്ഭുത കരം വഹിച്ചുകൊണ്ട് വന്നു എന്ന്, സ്വർഗീയ ഭുജം താങ്ങിക്കൊണ്ട് വന്നു എന്ന്, സ്വർഗത്തിലെ ഭുജം തോളിലേറ്റിക്കൊണ്ട് നടന്നു എന്ന്, സ്വർഗത്തിലെ ദൈവം നമ്മെ തോളിലേറ്റിക്കൊണ്ട് വന്നു. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ നമ്മെ ഭുജത്തിലേറ്റിക്കൊണ്ട് വന്നു എന്ന്, തോളിൽ വഹിച്ചു കൊണ്ടുവന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അബ്രഹാമിനെ തോളിലേറ്റിക്കൊണ്ട് ദൈവം വന്നു. സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തോളിലേറ്റിയ കാലങ്ങൾ, ആപത്തുകൾ വന്നപ്പോൾ, അനർത്ഥങ്ങൾ വന്നപ്പോൾ, അത്യാഹിതങ്ങൾ വന്നപ്പോൾ, മരണം പടിവാതിൽക്കൽ വന്ന് മുട്ടി നിന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ ദൈവം തോളിൽ വഹിച്ചത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ മനസ്സ് മടുത്തുപോയ കാലങ്ങളിൽ,
നിങ്ങൾ ക്ഷീണിതരായപ്പോൾ, നിങ്ങൾ തളർന്ന് അവശത അനുഭവിച്ചപ്പോൾ, നിങ്ങൾ വിഷാദ വിമുഖരായി തീർന്നപ്പോൾ, അപ്പോഴെല്ലാം ദൈവം നിങ്ങളെ തോളിൽ വഹിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിൽ പോയി ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരം നിങ്ങളെ താങ്ങിയത്, തോളിൽ വഹിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞു നോക്കിയാൽ ഓർക്കാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവം തോളിൽ വഹിച്ചുകൊണ്ട് ഇത്രത്തോളം എത്തിച്ചു. ആ ശേഖേം വരെയും ദൈവം എത്തിച്ചു. ശേഖേം ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ തോളിൽ വഹിച്ച്, ഭുജങ്ങളിൽ വഹിച്ചുള്ളതായ ദൈവികമായ കരുതലും ദൈവികമായ അത്ഭുതകരമായ കൃപയും നാം കാണുകയാണ്. നമ്മെ നടത്തി വഹിച്ചു കൊണ്ടുവന്ന ദൈവസ്നേഹം, നമ്മെ ചുമന്നുകൊണ്ടുവന്ന ദൈവസ്നേഹം, വാർദ്ധക്യം വരെയും ചുമപ്പാൻ ശക്തനാണെന്ന് യെശയ്യാവ് പറയും. വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ, ഞാൻ നിന്നെ ബാല്യം മുതൽ ചുമന്നുകൊണ്ടുവന്നു, നിൻ്റെ അമ്മയുടെ ഗർഭം മുതൽ ഞാൻ നിന്നെ ചുമന്നുകൊണ്ടുവന്നു എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിൻ്റെ അമ്മയുടെ ഗർഭം മുതൽ ഞാൻ നിന്നെ വഹിച്ചു കൊണ്ടുവന്നു. ആ ഗർഭം മുതൽ നീ വഹിക്കപ്പെട്ടവനാണ്. എവിടെയാണ് വഹിച്ചത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തോളിൽ മകനെ നിന്നെ വഹിച്ചു. മകളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തോളിൽ നിന്നെ വഹിച്ചു, നിന്നെ ചുമന്ന് കൊണ്ടുവന്നു. നീ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കൂ, ആ കാലങ്ങളിലേക്ക് നോക്കൂ. ദൈവം വഹിച്ചു കൊണ്ടുവന്നത് ഓർക്കും തോറും നിൻ്റെ ഹൃദയത്തിൽ നന്ദി നിറയും. അപ്പോൾ നിൻ്റെ മ്ലാനത മാറും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ നിരാശ മാറും, നിൻ്റെ തളർച്ച മാറും, നിൻ്റെ ക്ഷീണം മാറും, നിൻ്റെ ആത്മാവിൻ്റെ മാന്യം മാറും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിലുള്ളതായ ആ വാട്ടം മാറും. നിൻ്റെ ഹൃദയം സന്തോഷം നിറഞ്ഞതായിത്തീരും. സമാധാനം ഉള്ളത്തിലേക്ക് അണമുറിയാതെ ഒഴുകി വരുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. അബ്രഹാം ശേഖേമിലെത്തി. നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി? അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏദോം വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ വന്നപ്പോൾ അബ്രഹാമിന് വീണ്ടും അരുളപ്പാട് കിട്ടി. ദൈവം അവിടെ വന്നപ്പോൾ, അബ്രഹാം ശേഖേമിലെത്തിയപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ശേഖേമിൽ ദൈവം പ്രത്യക്ഷനായി. ശേഖേം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അത് ഇന്നത്തെ വിഷയമല്ലാത്തതിനാൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ശേഖേമിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവം പ്രത്യക്ഷനായി എന്ന് പറയത്തക്കവണ്ണം, നിങ്ങൾക്ക് ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയത്തക്കവണ്ണം എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവമുണ്ടോ? നാളതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ടു നിങ്ങൾക്ക് പറയത്തക്കവണ്ണം അനുഭവമുണ്ടോ? ശൗൽ പണ്ട് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ടു. ആ ശൗലിൻ്റെ ചുറ്റും വലിയൊരു വെളിച്ചം ചുറ്റിമിന്നി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടിരിക്കുമെങ്കിൽ ആ വെളിച്ചം ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും മിന്നുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജോമയമായ പ്രകാശപൂരം നിങ്ങളുടെ ചുറ്റും പ്രവഹിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളെ ആ പ്രകാശം സ്പർശിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ പ്രകാശത്തിൻ്റെ അത്ഭുതകരമായ വെളിച്ചത്തിൻ്റെ മാസ്മര ശക്തിയിൽ നിങ്ങൾ ലയിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ചുറ്റും കതിരിടുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ പ്രകാശത്തെ അനുഭവിക്കാൻ കഴിയുന്നത്? നിങ്ങളുടേതായ അന്ധകാരം മാറുന്നത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രകാശം വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ധകാരം മാറുന്നു, നിരാശ മാറുന്നു, വിഷാദം മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പാപങ്ങൾ മാറുന്നു, നിങ്ങൾ തോറ്റുകൊണ്ടിരുന്നതായ പാപങ്ങൾ മാറുന്നു, നിങ്ങളുടെ കോപാക്രാന്തമായ സ്വഭാവം മാറുന്നു, നിങ്ങളുടെ വാശിയും പിണക്കവും വഴക്കും നീരസവും കയ്പും മാറുന്നു, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ ശാഠ്യ സ്വഭാവം മാറുന്നു, നിങ്ങൾക്കുള്ളതായ ദ്രവ്യാഗ്രഹം മാറുന്നു, നിങ്ങളുടെ സ്വാർത്ഥത മാറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലുള്ളതായ അഹന്ത മാറുന്നു, അഹങ്കാരം മാറുന്നു, നിങ്ങളുടെ സ്വയം മഹത്വം, സ്വയ പ്രശംസ മാറുന്നു, നിങ്ങളുടെ സെൽഫ് സഫിഷ്യൻസി, സ്വയ പര്യാപ്തത മാറുന്നു, നിങ്ങളുടെ സെൽഫ് ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ സ്വയ പ്രമാണിത്വം, സ്വയ പ്രാധാന്യം മാറുന്നു. ഈ സ്വയമെല്ലാം മാറുന്നത് അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. പ്രകാശം ചുറ്റും മിന്നിയല്ലോ എന്ന് മനസ്സിലാകുന്നത്. എൻ്റെ ചുറ്റും മിന്നിയത് അത്ഭുത പ്രകാശമായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവേ, ഈ അത്ഭുത പ്രകാശം എന്നെ വലയം ചെയ്തല്ലോ, തോളിൽ വഹിച്ചു കൊണ്ടുവന്ന് നീ ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവന്നു. ഒരത്ഭുത പ്രകാശം എൻ്റെ ചുറ്റും മിന്നിയത് കൊണ്ടാണല്ലോ ഇത്രയും കാലം ഞാൻ തോറ്റുകൊണ്ടിരുന്ന ചില ദുശ്ശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ചില പുറത്തു പറയാൻ കൊള്ളാത്തതായ ചില അഴുക്കായ വികാരങ്ങൾ, അശുദ്ധമായ മോഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയത് നാഥാ നിൻ്റെ പ്രകാശം എൻ്റെ മേൽ ഉദിച്ചപ്പോഴാണല്ലോ. നീതിസൂര്യനായ യേശുവേ, നിൻ്റെ പ്രകാശം എൻ്റെ മേൽ ഉദിക്കുവാൻ നീ തിരുമനസ്സായല്ലോ.
ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അവിടെ ആ ദേശത്ത് ചെന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, ശേഖേമിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ചെയ്തത് അതാണ്. ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ദൈവം എനിക്ക് വാഗ്ദത്വം തന്നു, ദൈവം എൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തെളിവ് തന്നു. ദൈവം ഇപ്പോൾ എന്നോട് നേരിട്ട് സംസാരിച്ചു. അന്ന് വിളിച്ചിറക്കിയപ്പോൾ സംസാരിച്ച അതേ സ്വരം ഇന്നും കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രത്യക്ഷനാകുന്നത് എങ്ങനെയാണ്? ദൈവം പ്രത്യക്ഷനാകുന്നത് വചനത്തിൽ കൂടിയാണ്. വചനത്തിൽ കൂടിയുള്ള പ്രത്യക്ഷത നാം ഒരു പടം കാണുന്നത് പോലെയല്ല, നാം ഒരു രൂപം കാണുന്നത് പോലെയല്ല, നാം ഏതെങ്കിലും ഒരു പ്രത്യേക ദർശനം ലഭിക്കുന്നത് പോലെയല്ല. എന്നാൽ ദൈവം പ്രത്യക്ഷനാകുന്നത് വചനത്തിൽ കൂടിയാണ്. ജീവന്റെ വചനത്തിൽ കൂടി ദൈവം പ്രത്യക്ഷനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയടിക്കുന്നതായ ദൈവത്തിന്റെ വചനം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിലേക്ക് ഊളിയിട്ട് കടന്നു എന്ന് നിങ്ങൾക്ക് ദൈവം പ്രത്യക്ഷനാവുകയാണ്. ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് നിങ്ങളോട് അരുളി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, യാഗപീഠം പണിയുന്നു. ദൈവത്തിന് സ്തോത്രം. യാഗപീഠം പണിയുന്നു, യാഗം അർപ്പിക്കാൻ തയ്യാറാകുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ തുടരെ തുടരെ ചെല്ലുന്നിടത്തെല്ലാം യാഗപീഠം പണിയുന്നതായി കാണാൻ സാധിക്കും. യാഗപീഠം പണിയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? സങ്കീർത്തനം 50-ാം സങ്കീർത്തനം ആദ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, സർവശക്തന് നിന്റെ യാഗങ്ങളെ അർപ്പിക്കുക എന്ന് 50-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് വായിക്കാൻ സാധിക്കും. യാഗങ്ങളെ അർപ്പിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ ഈ തിരുവെഴുത്തിൽ ഉടനീളം വിശുദ്ധന്മാർ യാഗമർപ്പിച്ചവരാണ് എന്ന് കാണാം. വിശ്വാസ വീരന്മാർ യാഗമർപ്പിച്ചവരാണ്. നിങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ ചലിക്കണമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യാഗം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്തെല്ലാമാണ് യാഗം കഴിക്കേണ്ടത്? നമുക്കറിയാം എന്തെല്ലാമാണ് യാഗം കഴിക്കേണ്ടത്. നമ്മെ തന്നെ യാഗമായി അർപ്പണം ചെയ്യണം. നമ്മുടെ ദേഹം യാഗം കഴിക്കണം, നമ്മുടെ അവയവങ്ങൾ യാഗം കഴിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ യാഗം കഴിക്കണം, നമ്മുടെ ചിന്താഗതികൾ യാഗം കഴിക്കണം, നമ്മുടെ പ്ലാനുകൾ യാഗം കഴിക്കണം, നമ്മുടെ സ്കീമുകൾ യാഗം കഴിക്കണം, നമ്മുടെ പദ്ധതികൾ യാഗം കഴിക്കണം, നമ്മുടെ ഭാവി പരിപാടികൾ യാഗം കഴിക്കണം, നമ്മുടെ ശരീരം യാഗമായി അർപ്പിക്കണം. പോരാ, നമ്മുടെ മനസ്സ് യാഗമായി അർപ്പിക്കണം, നമ്മുടെ ഹൃദയം യാഗമായി അർപ്പിക്കണം, നമ്മുടെ ബുദ്ധി യാഗമായി അർപ്പിക്കണം, നമ്മുടെ കഴിവുകൾ യാഗമായി അർപ്പിക്കണം. എല്ലാം ഈ ബലിവേദിയിൽ യാഗമായി അർപ്പണം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓർക്കുക, യാഗമായി അർപ്പിക്കേണ്ടത് പിന്നെ എന്താണ്? നമ്മുടെ അന്തരാത്മാവ് യാഗമായി അർപ്പിക്കണം, ആത്മാവ് യാഗമായി അർപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദേഹവും ദേഹിയും ആത്മാവും എന്ന് പറയുന്നതായ ആളത്വം മുഴുവനും ദ ടോട്ടൽ എൻറ്റയർ പേഴ്സണാലിറ്റി സമ്പൂർണമായി യാഗമായി അർപ്പിക്കണം. ഓർക്കുക സഹോദരങ്ങളെ, നിങ്ങൾ ഇതുവരെയും ഒരു യാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ തന്നെ യാഗമായി അർപ്പണം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കൈകൾ യാഗമായി അർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾ യാഗമായി അർപ്പണം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും യാഗം അർപ്പിക്കാനുള്ള വശങ്ങൾ ഏതെല്ലാമാണ്? എവിടെയെല്ലാമാണ് യാഗം വരേണ്ടത്, യാഗം കഴിക്കേണ്ടത്? ഒന്നൊന്നായി നിങ്ങൾ ചിന്തിക്കൂ. അനുഗ്രഹം വേണമെങ്കിൽ യാഗം അർപ്പിക്കണം. അബ്രഹാം യാഗം അർപ്പിച്ചു, യാഗപീഠം പണിതു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് നടക്കുന്നത്? അബ്രഹാം അവിടെ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിതു. സ്നേഹിതരെ, ജീവനുള്ള ദൈവത്തിന് യാഗപീഠം പണിയണം. നിങ്ങൾ കല്ലുകൾ പെറുക്കി വെച്ചിട്ട് യാഗപീഠം പണിയാനല്ല പറഞ്ഞത്. ഓർക്കുക, ഒരേ ഒരു യാഗം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു യാഗം ഗോകുൽത്തായിൽ നടന്നു. അത് തന്നെ യാഗമായി അർപ്പണം ചെയ്യുകയായിരുന്നു. ആരാണ് ആ യാഗം അർപ്പിച്ചത്? നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ നാഥനായ ക്രിസ്തു യാഗമായി അർപ്പണം ചെയ്തു. അവൻ തന്നെ യാഗമായി അർപ്പിച്ചു. 33 വയസ്സ്, യൗവനത്തിൻ്റെ ചോരത്തിളപ്പുള്ള പ്രായം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് സകലവും വിട്ട് യാഗമായി അർപ്പണം ചെയ്തു. തൻ്റെ ഭാവി യാഗമായി അർപ്പിച്ചു, തൻ്റെ ജീവൻ യാഗമായി
യാഗമായി അർപ്പിച്ചു, തൻ്റെ ആയുസ് യാഗമായി അർപ്പിച്ചു, തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചു, തൻ്റെ സ്ഥാനവും മാനവും യാഗമായി അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എല്ലാം യാഗമായി അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ചിലർ ശ്രമിച്ചു. വേണ്ട വേണ്ട, യാഗമായി അർപ്പണം ചെയ്യുകയാണ്. യേശുവിനെ യവനദേശത്തേക്ക് യേശുവിനെ ക്ഷണിക്കാൻ യവനന്മാർ വന്നു. അവര് യേശുവിനെ മാനിക്കാൻ തയ്യാറായി വന്നു. വേണ്ട, എനിക്ക് വേണ്ട, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകാൻ ഞാൻ ഒരുക്കമാണെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാം യാഗമായി അർപ്പണം ചെയ്തു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ജീവനോടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുവിൻ്റെ ആ യാഗത്തിൻ്റെ തിരുരക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നു. ആ തിരുരക്തം നമ്മെ കഴുകി, ആ തിരുരക്തം നമ്മുടെ പാപത്തെ മാറ്റിക്കളഞ്ഞു. ആ തിരുരക്തത്താൽ, യാഗത്തിൻ്റെ തിരുരക്തത്താൽ നമുക്ക് പാപവിമോചനം തന്നു, നമുക്ക് മോക്ഷം തന്നു, നമുക്ക് സമാധാനം തന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം അവൻ മായിച്ചില്ലായ്മ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ യാഗത്തിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ, കർത്താവേ, നീ ക്രൂസിൽ നിന്നെ തന്നെ യാഗമായി അർപ്പിച്ചതുപോലെ ഞാനിതാ എന്നെ തന്നെ നിന്റെ കുരിശിൻ ചൂടിൽ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഞാനിതാ എൻ്റെ സ്വന്തം യാഗപീഠം പണിയുന്നു. എന്നെ തന്നെ ഞാൻ യാഗമായി അർപ്പണം ചെയ്യുന്നു. പറയാമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കാമോ? അവനോട് വാക്ക് പറയാമോ? രാജാധിരാജ, നിത്യനായ രക്ഷക, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, എന്നെ തന്നെ ഞാനിപ്പോൾ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാനിതാ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഞാനിതാ യാഗമായി അർപ്പിക്കുന്നു. രാജാധിരാജ, നിത്യരക്ഷകനായ യേശുവേ, എൻ്റെ ഭാവി ഞാൻ യാഗമായി അർപ്പിക്കുന്നു. ഇനി എനിക്ക് യേശുവേ നീ മാത്രം, നീ മാത്രം, നീ മാത്രം. യേശുവേ, നീ അല്ലാതെ ഒരു ജീവിതമില്ല. നീ മാത്രം പ്രസാദിക്കുന്ന ഒരു ജീവിതം, നീ സന്തോഷിക്കുന്ന ഒരു ജീവിതം. നാഥാ, നീ പ്രസാദിക്കുന്ന, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന ഒരു മകൻ എന്ന് നീ പറയുന്ന ഒരു ഭാഗ്യകരമായ ജീവിതം, അതിനായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് അർപ്പണം ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെ പാടാം? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തന്ന വചനങ്ങൾക്കായി സ്തോത്രം, തന്ന ആലോചനകൾക്കായി സ്തോത്രം. നാഥാ, നിൻ്റെ ഈ മക്കളെ അവിടുന്ന് വാഴ്ത്തിയതിനായി സ്തോത്രം, കൃപയിൽ പൊതിഞ്ഞതിനായി സ്തോത്രം. രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.